ഈ പരമ്പരാഗത കയർ ഉൽപാദന മേഖലയിലെ തൊഴിലാളികളൊക്കെ അനുഭവിക്കുന്നത് ഇരട്ടി ദുരിതമാണ്. കയർ ഉൽപ്പന്നങ്ങൾക്കും ഇടയിൽ രൂക്ഷമായ ഉഷ്ണം സഹിച്ച് ഇവരിങ്ങനെ ജോലി ചെയ്യുകയാണ്. ജോലി സമയത്തിനനുസരിച്ച് കൂലി കിട്ടുന്ന മേഖലയിൽ ജോലി ചെയ്യാതെ ഇരുന്നാൽ തൊഴിലാളികൾ പട്ടിണിയിലാകും. കഠിനാധ്വാനം നടത്തിയാലും ശരാശരി 500 രൂപ മാത്രമാണ് തൊഴിലാളികളുടെ ദിവസവേതനം. റോഷ്നി, കനത്ത ചൂടിൽ വെന്തുരുക്കുകയാണ് സംസ്ഥാനത്ത്. അപ്പോൾ ഇതാ പുറത്ത് മാത്രമല്ല അകത്തും, നിർമ്മാണ മേഖലയിലെ അകത്തും വലിയ ഉഷ്ണമുണ്ട്, വലിയ ചൂടുണ്ട്. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ ഒരു കൈത്തറിയാണ്, ഒരു പരമ്പരാഗത കയർ നിർമ്മാണ ഫാക്ടറിയിൽ, ഒരു കൈത്തറിയിലാണ് ഞാനുള്ളത്. ഇവിടെ വന്ന് കുറച്ച് നിമിഷം നിന്നപ്പോൾ തന്നെ വലിയ ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. ഭയങ്കര ചൂട് വസാത്തി ചൂട്. ഒരു മിനിറ്റ് പോലും നിന്ന് പോയാൽ നമ്മുടെ പണി പോകും. അങ്ങനെ നിന്ന് കഷ്ടപ്പെട്ട് പണിതാലും രാവിലെ ഒരു 6:30 വന്നാൽ 5 മണി വരെ പണിതാലും 500 രൂപയുടെ പണിയെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പൈസയും കുറവാണ്, ഇപ്പൊ നല്ല ചൂടുമാണ്. പൈസയും കുറവാണ്, ഇപ്പൊ നല്ല ചൂടുമാണ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? വെള്ളമൊക്കെ കുടിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് കയർ മേഖല ഇത്ര നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിവർത്തനം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം എന്ന് മാത്രമേ നമുക്ക് പറയാം. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ കയർ മേഖല. പരമ്പരാഗത തൊഴിലാളികളാണ്, അവർക്ക് കിട്ടുന്നത് വലിയ കഠിനാധ്വാനം നടത്തിയാലും കിട്ടുന്നത് 300, 400, 500 രൂപയ്ക്ക് താഴെ മാത്രമായിരിക്കും ഒരു ദിവസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ ചൂട്, ഉഷ്ണം സഹിക്കേണ്ട അവസ്ഥ എത്തുക. ചേട്ടൻ നല്ല ചൂടാണോ ഇതിനകത്തിരിക്കുമ്പോൾ? ഭയങ്കരമായ ചൂടാണ്. ചൂട് കാരണം പണിയിൽ ഗണ്യമായ കുറവുണ്ടാകുന്നുണ്ട്. 11 മണി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പണിയെടുക്കാനുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ല.